അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതിൻ്റെ എക്സാമ്പിൾ നോക്കി. അതിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഏതൊക്കെ? പി ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അടുത്തത് സിഗ്മ അല്ലെങ്കിൽ സം ഓഫ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കണം. ഈ രണ്ട് പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷനും അതുപോലെ എക്സാമ്പിളും. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോർഷൻ ഇതേ ചാപ്റ്ററിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിംഗ് വാല്യൂസ് x1, x2, etc. xn with corresponding probabilities p1, p2, etc. pn, then expectation of x denoted by expectation of x നെ ഡിനോട്ട് ചെയ്യുന്നത് expectation എന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ e ഓഫ് x is defined as x1 p1 plus x2 p2 plus etc. xn pn that is equal to sigma x p of x. Expectation of x is the mean value of x. അപ്പോൾ ഇനി നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ അതിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റാൻഡം വേരിയബിൾ ആണ്. കോമൺ ആയിട്ട് പറയുമ്പോൾ അതിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലത്തിൽ വരുമ്പോൾ ഈ x1 x2 പകരം നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ കോമൺ ആയിട്ട് പറയുന്നത് കൊണ്ട് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ്. അതിൽ വരുന്ന വാല്യൂസ് ആണ് x1, x2, etc. xn. അതുപോലെ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രോബിലിറ്റീസ് ആണ് p1, p2, etc. pn. അങ്ങനെയെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇ ഓഫ് എക്സ് എന്നാണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ബോക്സിൽ വരുന്ന ഓരോ x1ഉം അതിൻ്റെ പ്രോബിലിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത x2ഉം അടുത്ത പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ട് മൊത്തം ആഡ് ചെയ്യുക. അതിനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ കോമൺ ആയിട്ട് ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ എഴുതാം. സിഗ്മ എക്സ് പി ഓഫ് എക്സ് എന്ന് എഴുതാം. എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് കാണാം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ സമ്മ് കാണാം. അതിനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഇക്വേഷനായിട്ട് എഴുതുന്നത്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ദ മീൻ വാല്യൂ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ആ ക്യാപിറ്റൽ ലെറ്റർ എക്സിൻ്റെ മീൻ വാല്യൂ ആണ്. മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, സം, ടോട്ടൽ സം. മീൻ വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇക്വേഷൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു? ഇ ഓഫ് എക്സ്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. ഇ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓർ ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സം എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ? ഇത് പഠിച്ചിരിക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്നാണ് ഇക്വേഷൻ. ഇനി അടുത്തൊരു പോയിന്റാണ് വാരിയൻസ് ഓഫ് എക്സ്. എന്താണ് വാരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? ഇവിടെ എക്സ് എന്താണ്? എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിംഗ് വാല്യൂസ് x1, x2, etc. xn with the corresponding properties p1, p2, etc. pn. Then variance of x is defined as sigma x square into p of x minus e of x whole square. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ തന്നെയാണ്. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ട് പറയുമ്പോൾ x1, x2, etc. അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസ് p1, p2, etc. pn. അങ്ങനെയെങ്കിൽ വാരിയൻസ് ഓഫ് എക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി ഓഫ് എക്സ് എന്നാണ്. ആ പോയിന്റ് ഇവിടെ വിട്ടുപോയതാണ്. അപ്പോൾ ആ വി ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് ഇവിടെ വേറെ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇതുപോലെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി എഴുതുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വി ഓഫ് എക്സ് ഈക്വൽ ടു, ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. വാരിയൻസ് ഓഫ് എക്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. വി ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഒന്നുകൂടി വായിക്കാം. വി ഓഫ് എക്സ് ഓർ വാരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് വാരിയൻസ് ഓഫ് എക്സ് കാണുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കാം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കി പഠിക്കണം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0.2 when x equal to 1, f of x equal to 0.3 when x equal to 2, f of x equal to 0.5 when x equal to 3. ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആൻഡ് വാരിയൻസ് ഓഫ് എക്സ്. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ചോദിച്ചിരിക്കുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. അതുപോലെ വാരിയൻസ് ഓഫ് എക്സും ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെയും ഇക്വേഷൻ അറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ബോക്സ് ക്രിയേറ്റ് ചെയ്യണം ആൻസറിൽ, അല്ലേ? അപ്പോൾ ആദ്യത്തെ ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കോളം കൊടുക്കാം.
ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ബോക്സിൽ എന്ത് വേണമെന്ന് ഇക്വേഷനിലേക്ക് നോക്കിയാൽ മതി. എക്സ് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? പി ഓഫ് എക്സ്. പിന്നെ എന്താ വേണ്ടത്? ഇക്വേഷൻ ടോട്ടൽ കാണാൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് വേണം അല്ലേ? അപ്പോൾ ആദ്യത്തെ ബോക്സിൽ എക്സ്, രണ്ടാമത്തെ ബോക്സിൽ പി ഓഫ് എക്സ്, മൂന്നാമത്തെ ബോക്സിൽ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അടുത്ത ബോക്സിൽ ഏത് കൂടി വേണം? കാരണം നമുക്ക് വാരിയൻസ് കൂടി കാണണ്ടേ. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് വേണം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ട് അതിനെ പി ഓഫ് എക്സ് കൊണ്ട് ഗുണിച്ച ഒരു ആൻസർ ഈ ബോക്സിൽ വേണം. അപ്പം അങ്ങനെ ഒരു ബോക്സ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ബോക്സിൽ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എക്സിന് ഏതൊക്കെയാണ്? എക്സ് 1 തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് കോളത്തിൽ 1, 2, 3 എന്ന് എഴുതാം. ഇനി എഫ് ഓഫ് എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രോബിലിറ്റി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് എന്നതിന് പകരം എഫ് ഓഫ് എക്സ് തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതെന്ത് തന്നെയാണ്? പി ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ പി ഓഫ് എക്സിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് 0.2, അടുത്തത് തന്നിരിക്കുന്നത് 0.3, അടുത്തത് 0.5 അതും കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോൾ 1 ഇൻറ്റു 0.2 0.2, 2 ഇൻറ്റു 0.3 0.6, 3 ഇൻറ്റു 0.5 1.5. ഇനി അതിൻ്റെ ടോട്ടൽ വാല്യൂ കാണണം, എന്നാലല്ലേ അത് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആവുള്ളൂ. അതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇ ഓഫ് എക്സ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇതിലെ എല്ലാ വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 2.3 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ ആൻസർ ആയല്ലോ. ഇനി അടുത്തത് വാരിയൻസ് ഓഫ് എക്സ് ആണ്. വാരിയൻസ് ഓഫ് എക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് വി ഓഫ് എക്സ് എന്നാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നാണ്. ഇവിടെ ഇ ഓഫ് എക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഈ വാല്യൂ കാണണം, അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് കാണണം. ഇവിടെ വേണമെങ്കിൽ എക്സ് സ്ക്വയർ എന്ന കോളം കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ഈ ബോക്സ് എഴുതിയാലും മതി. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക? 1 സ്ക്വയർ ഇൻറ്റു 0.2. പി ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കാണുക, പിന്നെ പി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 സ്ക്വയർ ഇൻറ്റു 0.2 0.2, 2 സ്ക്വയർ ഇൻറ്റു 0.3 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 0.3 അപ്പോൾ 1.2, 3 സ്ക്വയർ ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 0.5 അപ്പോൾ 4.5. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 5.9 എന്ന് വരും. ആ 5.9 ആണ് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സിൻ്റെ ആൻസർ. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5.9 മൈനസ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു? 2.3 കണ്ടല്ലോ, അതിവിടെ കൊടുക്കുക. അതിൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ ലാസ്റ്റ് ആൻസർ 5.9 മൈനസ് 5.29 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.61 എന്ന് ആൻസർ കിട്ടും. വാരിയൻസ് ഓഫ് എക്സിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ. ആ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചാൽ ഈ പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസിയാണ്. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനിലേക്ക് പോവുകയാണ്. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് വളരെ ക്ലിയർ ആയി. എന്താണ്? തന്നിരിക്കുന്ന റാൻഡം എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് എക്സ് പി ഓഫ് എക്സ് എന്ന രീതിയിൽ ബോക്സിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? നമ്മൾ ഡിസ്ക്രീറ്റ് ഡാറ്റയും കണ്ടിന്യൂസ് ഡാറ്റയും പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെ വരുന്നത്. ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിലെ വാല്യൂസ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും. കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂസ് കൃത്യമായിട്ട് നമുക്കത് പറയാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മേ ബി ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡിസ്ക്രീറ്റ്, അടുത്തത് കണ്ടിന്യൂസ്. ഇനി എന്താണ് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ? എ റാൻഡം വേരിയബിൾ ഈസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ് if it assumes only certain specified values in a given interval. For example, in tossing 2 coins, the number of heads obtainable can be 0, 1, 2. Therefore, the variable takes values 0, 1, 2. This is a discrete variable. The probability distribution of a discrete variable is a discrete probability distribution. For example, binomial distribution, Poisson distribution, etc. are discrete probability distribution. അപ്പോൾ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് ഇത്ര എണ്ണം എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ റാൻഡം വേരിയബിൾ ഈസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ് ഇഫ് ഇറ്റ് അസ്യൂംസ് ഓൺലി സർട്ടൻ സ്പെസിഫൈഡ് വാല്യൂസ് ഇൻ എ ഗിവൺ ഇന്റർവൽ. ചില വാല്യൂസ് മാത്രമേ അതിനുള്ളിൽ വരുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് ദ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റൈനബിൾ ക്യാൻ ബി എന്ന് വെച്ചാൽ ഹെഡ് വരാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ അവിടെ എക്സിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യാറ്? നമ്മൾ ആ എക്സാമ്പിളിൽ നോക്കി. ഹെഡ് വരാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ അത് വരാത്തൊരു ചാൻസും കൺസിഡർ ചെയ്യണം, അതായത് 0. പിന്നെ ഒരു ഹെഡ് വരുന്ന ചാൻസ് 1.
പിന്നെ രണ്ട് കോയിൻ അല്ല, അപ്പോൾ രണ്ടും ഹെഡ് വരാനുള്ള ചാൻസ് 2. ഇത്ര വരെ അല്ലേ അതിൽ എക്സ് വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ, കാരണം 2 കോയിനാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ 0, 1, 2 ആണ് അവിടെ എക്സിന്റെ വാല്യൂസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം 3 വാല്യൂസ് ഇവിടെ കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. Therefore the variable takes value 0, 1, 2. This is discrete variable. The probability distribution of discrete variable is a discrete probability distribution. അതായത് ആ ഡിസ്ക്രീറ്റ് വാരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ എന്ത് വിളിക്കാം? ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ 1 വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് എക്സാമ്പിൾ ആണ് 1 ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, 2 പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ എന്തിനാ എക്സാമ്പിളാണ്? ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് എക്സാമ്പിളാണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ ഡിസ്ക്രീറ്റിന്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും. ഓർത്ത് വയ്ക്കുക, 1 വേർഡിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് എ റാൻഡം വാരിയബിൾ ഈസ് അസ്യൂമിങ് എനി റിയൽ വാല്യൂ ഇൻ എ ഗിവൺ ഇന്റർവൽ, സേ എ കോമ ബി, ബ്രാക്കറ്റിലാണ് എ കോമ ബി, then the variable is said to be continuous. The probability distribution of continuous variable is a continuous probability distribution. For example, normal distribution is a continuous probability distribution. അതായത് ഒരു റാൻഡം വാരിയബിൾ അസ്യൂമിങ് എനി റിയൽ വാല്യൂ ഗിവൺ ഇന്റർവൽ സേ എ ബി, ദെൻ ദ വാല്യൂ സെറ്റ് ടു ബി കണ്ടിന്യൂസ്. അപ്പോൾ നോക്കിക്കേ, എ കോമ ബി ഇത് കോമൺ ആയിട്ട് കാണിച്ചിരിക്കുകയാണ്, ഓർഡേർഡ് പെയർ എ കോമ ബി. ഇങ്ങനെ ഓപ്പൺ ഇന്റർവൽ എ ബി ആണ് നിങ്ങൾക്ക് വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞത് എങ്കിൽ അതിൽ ഏത് എക്കും ബിക്കും വരുന്ന ഏത് വാല്യൂസും അതിൽ വരാം. അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാതെ, അതായത് അതിന്റെ വാല്യൂസ് ഇത്ര എണ്ണാണെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അത്തരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കാരണം അതിന്റെ ഉള്ളിൽ വരുന്ന വാല്യൂസ് എത്ര വേണമെങ്കിലും വരാം, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന് എന്ത് വിളിക്കാം? കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇനി ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ കണ്ടിന്യൂസ് വാരിയബിൾ ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് വാരിയബിൾ വരുന്ന അത്തരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നു? കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് ഒരു എക്സാമ്പിൾ ആണ്, ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ? ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 2 ടൈപ്സിൽ വരുന്നുണ്ട്, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള റാൻഡം എക്സ്പെരിമെന്റിന്റെ റിസൾട്ടിന്റെ വാല്യൂസ്, എക്സ് വാല്യൂസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അതിനെയാണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും. ക്ലിയർ ആണല്ലോ? എന്നാൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് നമുക്ക് തന്നിട്ടുള്ള റാൻഡം എക്സ്പെരിമെന്റിന്റെ ആ വാല്യൂസ് കൃത്യമായിട്ട് പറയാൻ കഴിയാതെ അതിന്റെ വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇതിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ വരുന്നുണ്ട്, ബൈനോമിയലിന്റെയും പോയിസണിന്റെയും നോർമലിന്റെ ഒക്കെ. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ വിളിക്കുന്നത് എന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഏതായിരുന്നു ആ ചാപ്റ്റർ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ ചാപ്റ്റർ ഉണ്ടായിരുന്നത്, അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ക്ലിയർ ആണല്ലോ? അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള റാൻഡം എക്സ്പെരിമെന്റിന്റെ റിസൾട്ട്, അതിലെ വാല്യൂസ് എക്സ് പി ഓഫ് എക്സ് എന്ന രീതിയിൽ കോളം വൈസ് എഴുതുന്ന മെത്തേഡാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിന് 2 പ്രോപ്പർട്ടിയാണുള്ളത്, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതുപോലെ സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അതിനെ ബേസ് ചെയ്ത് വരുന്ന 2 ടേംസ് ആണ് ഏതൊക്കെ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇ ഓഫ് എക്സ് എന്നാണ്. അതിന്റെ ഇക്വേഷൻ ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അടുത്ത ടേമാണ് വാരിയൻസ് ഓഫ് എക്സ്. അതിന്റെ ഇക്വേഷൻ വി ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ്, ഇ ഓഫ് എക്സ് സ്ക്വയർ. അടുത്തത് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള റാൻഡം എക്സ്പെരിമെന്റിന്റെ റിസൾട്ട്, അതിൽ വരുന്ന വാരിയബിൾസ് എത്ര എണ്ണം എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയും, അത് ഡിസ്ക്രീറ്റ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, അതിനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. ഡിസ്ക്രീറ്റിന് എക്സാമ്പിൾ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും. കണ്ടിന്യൂസിന് എക്സാമ്പിൾ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ക്ലിയർ ആണല്ലോ?